പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലാണ്. കശ്മീരിലെ സോനമർഗിൽ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഇപ്പം തന്നെ നെക്കി പൊട്ടിച്ചാണ്, ഒന്ന് ലൈക്ക് ചെയ്യും, ജസ്റ്റ് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യും. വോയേജർ ഗ്രാമെന്നോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് മ്യൂട്ടാക്കിയിട്ട് അവിടെ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി, നമുക്ക് വ്യൂ കിട്ടിക്കോട്ടെ. കശ്മീരിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഏയ് ബോലോ കുച്ച് കന്യാകുമാരി. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഡ്രസ്സിങ്ങുകളാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇട്ടാണ്ട് ഇതിനുള്ളൊരു വൈറ്റ് ഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നല്ലൊരു നോർത്ത് ഫേസിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ട്, പിന്നെ മുകളിൽ ഇതുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ജാക്കറ്റും ശരിക്കും വേണം. അപ്പോൾ എനിക്കിപ്പോൾ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യണില്ല. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. -7 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചുണ്ടെല്ലാം പൊട്ടും. അപ്പോൾ ചുണ്ടിനുള്ള ഏകുണ്ടാപ്പിയാരോ ഇതിട്ട് എന്ത് ലിപ് ബാം, അതിന് നല്ലൊരു കൂളിംഗ് ഗ്ലാസ്. ഫുൾ വൈബ്. നല്ലൊരു കൂളിംഗ് ഗ്ലാസ് കയ്യിൽ വെക്കുക. ഓക്കെ, ക്വാളിറ്റിയിൽ നിങ്ങൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 രൂപേൻ്റെ നല്ല അടിപൊളി സാധനം കിട്ടും. ഇനി ഇവിടെ വന്നിട്ട് ലോക്കൽ വാങ്ങുകയാണെങ്കിൽ 100 രൂപേൻ്റെ ഉള്ളിലും കിട്ടും. ഓക്കെ, പിന്നെ ഗ്ലൗസ് നിർബന്ധമായിട്ട് വേണം. പിന്നെ മഫ്ലർ ഈ ഒരു പോർഷനിലേക്ക് വരുന്നത് ഞാൻ എല്ലാം എടുത്തു, പക്ഷേ മഫ്ലറിൻ്റെ റൂമിൽ വെച്ച് മറന്നു. മഫ്ലർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഫ്ലർ വേണം. പിന്നെ വേണ്ട സാധനങ്ങളാണ് നിർബന്ധമായിട്ടും ഷൂ സാധനങ്ങൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാൻ കാണിച്ചത്. ഓക്കെ, അതാണ് ഒന്നെങ്കിൽ ഇതേപോലത്തെ ഷൂ. പിന്നെ കാര്യം വേണ്ട നല്ല ക്വാളിറ്റിയിലെ ഷൂ ആണ്. പിന്നെ ഇതിനുള്ളൊരു വുള്ളൻ സോക്സ് ഉണ്ട്, പിന്നെ മുകളിൽ വേറെ സോക്സ് ഉണ്ട്, ലെതർ സോക്സ് ഉണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞക്ക് പോയി കഴിഞ്ഞാൽ അത്ര അതില്ല, നമുക്ക് പെട്ടെന്നും മറ്റേതാവില്ല, വെള്ളമാവില്ല. പിന്നെ ഇവരെ കാൽമ കണ്ടോ ഇതേപോലത്തെ ഷൂ. നമുക്ക് ഷൂ ദിക്കാവും, ഷൂ ദിക്കാവും. ഇത്തരത്തിലുള്ള ഷൂ അത് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 100 രൂപ ഇവിടുന്ന് കിട്ടും. ഓക്കെ, റെന്റിന്. അപ്പോൾ അത് എടുക്കാം. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ട് വരുന്ന സമയത്ത് സൂക്ഷിക്കണം, കാരണം നല്ല വഴുക്കലുണ്ടാവും. പിന്നെ അത് ചളിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ട്രിപ്പിനുള്ള മൂഡ് അങ്ങോട്ട് പോകും. പിന്നെ ഫോണൊക്കെ ചാടി പോകണ്ടോ നോക്കുക, കാരണം മഞ്ഞാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോണ പോലെ നമുക്ക് നെറ്റ്വർക്ക് ഇല്ല പോലെ. അപ്പോൾ വിളിച്ചാലും കിട്ടില്ല, ആരും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടൂല. हो गया, चलो सभी फिर ऊपर टाइम लगेगा ना सर. शू हो गया सबका शू हो गया. टॉयलेट ओके, टॉयलेट जाएगा वो लोग. टॉयलेट वहाँ पर है. പിന്നെ ഈ ചങ്ങായിണ്ടല്ലോ ഈ ക്യാമറയിൽ ഇരിക്കണേ, ഇവനൊക്കെ ഇവിടുത്തെ ഏജന്റുമാരാണ്. അതായത് ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാണല്ലോ എന്നിട്ട് വരും, എന്നിട്ട് ഭയങ്കര റേറ്റ് പറയും. മറ്റേ സ്ലെഡ്ജിങ് ബൈക്ക് ഉണ്ടല്ലോ, അതിന് 500 രൂപയാണ്. അത് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ഒരു പച്ച ബാത്റൂം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് കണ്ടത് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് കാണാൻ പറ്റും. അവിടുന്ന് കുറേ വണ്ടികൾ ഇങ്ങനെ പോകണുണ്ട്. അതിലിങ്ങനെ അവിടെ ആ ഏരിയ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ആൾക്കാരാണ് നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരോടുണ്ടല്ലോ, ഓല് എന്തെങ്കിലും സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറ്റും കൈയാണ്ട് കോഴിക്കുട്ടികളെ ആട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ടനെ വരും. അപ്പോൾ ഈ കോഴിക്കുട്ടികളെന്ന് വിചാരിക്കാമല്ലോ, നമ്മളവർക്ക് അരിയിട്ട് കൊടുത്താണ്. നമ്മുടെ കൈമ്മ വച്ചുണ്ടെങ്കിൽ എന്നതുപോലെയാണ്. ഉദാഹരണം ഇങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നാലെ വരും. അപ്പം നെയ് ചായ എന്ന് പറയണ്ട, ഓല് പറയണേന്ന് പറഞ്ഞോട്ട് വിചാരിക്കാം. മുകളിൽ കയറാൻ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. ഈ ഡ്രസ്സാണ് ഫാരന്, കശ്മീരി ഫാരൻ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോട്ടെ കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എന്താ, ഇന്നോ മാർച്ച് 23-ാം തീയതിയാണ്. ഇവിടെ കംപ്ലീറ്റ് മഞ്ഞുണ്ട്. സോനമാർഗ് അടിപൊളിയായിട്ട് മൂടി കിടക്കുന്നുണ്ട്. മാർച്ച് കഴിഞ്ഞ് മെയ് വരെയൊക്കെ ഇതുണ്ടാവും. നമ്മൾ അടുത്ത ട്രിപ്പ് ഏപ്രിൽ 8-നാണ് കേരളത്തിൽ. ഏപ്രിൽ 8 സ്റ്റാർട്ട് ചെയ്യും, 21-ാം തീയതി വരെ. മെയിലൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും, ആദ്യം മലകൾ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കാണ് താജിവാസി ഗ്ലേഷ്യറാണ്, അവിടെയാണ് മഞ്ഞുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ പോയോക്കട്ടെ. ഇനി ബോലോ റേറ്റ് കിത്തന പോലെ ഈ ചങ്ങായി ഒരു ശരിയില്ല. ഇവൻ്റെ ഫേസ് കണ്ട് ഞാൻ അപ്പം ചോദിച്ചു വേണ്ടി പറ്റിക്കും.
എന്നാലും ഇവൻ്റെ തന്നെ നമ്മൾ റേറ്റ് കുറച്ച് എടുത്തിക്കണേ. നമ്മൾ ആൾക്കാർ വേറെ ഭയങ്കര ടൈറ്റ് പൊസിഷൻ ആയതുകൊണ്ടേ 1200 रुपये ഇറങ്ങണത്. कितना 1200 रुपया पूरा दिन के लिए. कौन सा लेज बाइक? हाँ पूरा दिन के लिए 1200. नहीं जितना टाइम वहाँ रुकने का वो ड्रॉप आपको ऊपर लगेगा टाइम लगेगा. ड्रॉप कर देगा. हाँ फिर वापस आएगा. हाँ फिर वापस लेके आएगा. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റാ 360 വഴി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കശ്മീരിൽ എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും ആരെ കൂടെ വരികയാണെങ്കിലും ഇവിടെ പാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചീറ്റ് ചെയ്യുന്ന ഏരിയകളുണ്ട്. ഫാമിലി ആയിട്ട് വരുമ്പോൾ 500 രൂപേൻ്റെ പ്രൊഡക്റ്റിന് 5000 രൂപ വരെ പറയും. എനിക്ക് ഓർമ്മയുണ്ട് കണ്ണൂരിൽ നമ്മളെ കൂടെ ഒരു കസ്റ്റമൈസ്ഡ് ട്രിപ്പ് വന്നിട്ട് നമ്മളിവിടെ ഉണ്ടായില്ല. ആ സമയത്ത് 10000 രൂപ പലകമ വിളിക്കുന്ന ആ സാധനമല്ലേ സ്ലെഡ്ജിങ്, അതിന് 10000 രൂപ വാങ്ങി. ഇവര് കൊടുത്തും ചെയ്തു. കാരണം ഫാമിലി ആവും, നമ്മൾ കൂടെ ലേഡീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പോലെ സേഫ്റ്റിയാണ് നോക്കുക. പെട്ടെന്ന് ഈ പരിപാടി കഴിച്ചു പോകാനാണ് നോക്കുക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മളെ വണ്ടിയാണിത്. ഓക്കെ, ഫോർസ് അർബാനിയ 14 സീറ്റർ. അപ്പോൾ നമ്മുടെ ലഗേജുകൾ മഞ്ഞിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫോണ് മാത്രം, അത് വിളിച്ചാൽ കിട്ടുന്ന അർജൻറ്റുള്ള ഫോണുകളോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോണുകളോ മാത്രം കയ്യിൽ വെക്കുക. ബാക്കി സ്വർണ്ണാഭരണങ്ങൾ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വണ്ടിയിൽ വെക്കുക. അതാണ് സേഫ്. വണ്ടിയിലാണ് ഇനി നമ്മൾ ഇവിടുന്ന് സമ്മറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് പോകേണ്ടി വരും. സോനമർഗിൻ്റെ ഏറ്റവും പീക്കിലേക്ക്, താജിവാസി ഗ്ലേഷ്യർ അല്ല, 0 പോയിന്റ് അങ്ങനത്തെ സ്ഥലത്തേക്ക്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ല. മറ്റേ നമ്മൾ ലഗേജുകളൊക്കെ ഇവിടുന്ന് അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകേണ്ടി വരും. ആ വണ്ടിയിൽ വെക്കുമ്പോൾ അതിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ വെക്കുക. ഇതാവുമ്പോൾ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വോയേജർ ക്യാമ്പിൻ്റെ ട്രിപ്പിൽ 4 ദിവസം 5 ദിവസം ഒക്കെ ട്രിപ്പ് ആണെങ്കിൽ ഫുൾ ഡേ കംപ്ലീറ്റ് കഴിഞ്ഞ വരെ ആ ട്രിപ്പ് വണ്ടിയിൽ, അതായത് ആ വണ്ടി ആയിരിക്കും നമുക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുഴപ്പമില്ല. പിന്നെ ഡ്രൈവറും നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല ഒരു ഫാമിലി വൈബിൽ തന്നെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഗ്ലൗസ് പിന്നെ എപ്പോൾ പോവുകയാണെങ്കിലും 1-2 കൂട്ടം. ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാക്സിമം അവിടെ ഒരു ഫോട്ടോ നമുക്ക് മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഫോട്ടോസ് നമ്മൾ എടുക്കുമെങ്കിലും ചില ആൾക്കാർ 100-200 ഫോട്ടോ ഒക്കെ എടുക്കും. ഒന്നേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. அவங்க ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-2 കൂട്ടം നല്ല ഡ്രസ്സിൽ ഫോട്ടോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1-2 കൂട്ടം ഡ്രസ്സ് കൊണ്ടുവരാം വണ്ടിയിൽ വെക്കാൻ. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചകളാണ്. ഓക്കെ, ഉണ്ടോ പറ്റിക്കുന്നുണ്ടോ? क्या एक गाड़ी में कितना आदमी जाएगा? एक गाड़ी में एक बंदा 1100 रुपये एक बंदे. बच्चा मेरे साथ जाएगा. बच्चा साथ, मेरा बच्चा मेरे साथ. हाँ इनको इनकी आपके साथ ये लोग भी आपके साथ रहेंगे आपके ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ പോയാണ്ട് 1000-1200 രൂപയ്ക്ക് ഡീൽ ചെയ്തിരിക്കണം നമ്മളെ കൂടെ വന്ന ആൾക്കാർ. ആദ്യം നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റേറ്റാണ്. നമ്മൾ 20,000 രൂപ പറഞ്ഞു വെച്ചാൽ പിന്നെ 20,000 കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വണ്ടിക്ക് 2500 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ സ്വഭാവം വെച്ച്, മലയാളികളുടെ സ്വഭാവം വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ 2000 രൂപയ്ക്ക് തിരുവച്ചു 500 രൂപേൻ്റെ പ്രൊഡക്റ്റിനാണ് ഒരു 2500 കൂട്ടി പറഞ്ഞിട്ട് നമ്മളത് 2000 ആക്കി കുറക്കണത്. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വന്ന ഏതാളുകളെയും ആരും നമ്മളെ അമ്മായിൻ്റെ കുട്ടികളല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളെ അയലോക്കക്കാരല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആരെങ്കിലും വിശ്വസിക്കണ്ട, മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരെ ഇനി बढ़िया ओके 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 सिम्बा कैसा बोलो ओके बोलो फ्लाइंग इज गुड फ्लाइंग इज गुड आई एम गुड मामू आई एम गुड बोलो ओके मामू भालो जोरे जोरे बोलो ओके मामू दादा वाला गाना बजाओ ना मामू बजा लो माना जाओ ഒക്കെ കണ്ടോ പാവടാ ഒക്കെ പറ്റിക്കാണ്. അപ്പോൾ വേറെ കാര്യം പ്രധാനപ്പെട്ടത്, നമ്മൾ വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയോ, നേരെ പിന്നെ മുകളിലേക്ക് കയറാൻ നിൽക്കരുത്, നേരെ വണ്ടിയിൽ ഇരിക്കാം. ഓക്കെ, എത്ര കോടി കൊടുത്തിട്ടുള്ള പാക്കേജ് ഇട്ട് വരികയാണെങ്കിലും അതൊക്കെ പിന്നെയും നമുക്ക് വരാം. ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് വരാൻ പറ്റും. അത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വണ്ടിയിൽ ഇരിക്കുക. ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താൽ നേരെ പോരാ. അഭിയാണ് മേരെ സാത്ത് ജാരാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. സബി ലോഗ് ना लाइन में रखो लाइन. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഇതേപോലെ ലൈൻ നിൽക്കണം. സത്യമാണ് 500 റുപ്യ 600 റുപ്യക്ക് ഇത് കിട്ടും. लाइन लुको लाइन लाइन में लो हाँ वापस. फिर सुनो मैं पूछ लेता हूँ ट्रांसपोर्टेशन क्या है? यहाँ से लेके ऊपर तक जाएगा, फेज 1 ड्रॉप कर देगा, फिर कितना देर बाद लाएगा वापस? मर्जी नहीं, तब वापस आने का टाइम स्लिप है ना आपके पास? स्लिप दिखाएगा, कोई भी स्लेज में आ जाएंगे. हाँ कोई भी कोई भी स्लेज में आ सकते हैं. फिक्स नहीं है कि जिसमें ज्यादा आएंगे तो वो नहीं है. आपके पास स्लिप लाएगी ना, आपको स्लिप दिखाना है तो आएगा. टाइम फ्री है, फिर भी आ सकते हैं. जब आपका मन हो गया वापस आने का फिर सिस्टम इज राइट. सही है. चूड़ കൊണ്ട് വരുന്നിരിക്കണ പോരി സമൻ നൈസാ അഭിൻസാൻ कैसा ठीक है. बहुत अच्छा है. सादा सादा मतलब सादा सादा व्हाइट स्नो. ओके अच्छा है ना मजा है बहुत मजा आ रहा है. हाजिया ग्लेशियर जाने से और भी मजा आएगा. अच्छा ए सिंगम सिंगम नाम सिम्बा. ए ए कैसा है सुपर एक्साइटेड यस. ए सुपर एक्साइटेड 11,000 एक्साइटेड क्या लिस्ट busy? Hey, कैसा किया आदर लिस्ट? बहुत ही अच्छा শহরে তো ক্যাশ পাওয়া যাবে. सही हिसाब है. এইভাবে যখন কি করব আমি? কত লাগবে বলো? 11,000 টাকা নাকি? ഈ ചെറുക്കം മേത്ത് കയറിയുണ്ട് क्या क्या बोल कुछ रील ही नहीं बनाता है. रील बनाता है फिर क्या कहाँ बनाता है? आपके लिए मैं हूँ वो नहीं रील वाला, वो वाला रील. वो अभी बना दूंगा जो फोटो वाला अभी बना दूंगा അതായത് ഇവിടെ നമ്മൾ എടുത്തു പോവാണെങ്കിൽ 500 റുപ്യ 600 റുപ്യൊക്കെ വരും. പിന്നെ ഒരു ഏജന്റുമാരൊക്കെ വരുമ്പോൾ 1000-1500 റുപ്യൻ്റെ ഉള്ളിലൊക്കെ വരും. പക്ഷേ ശരിക്കും 500-600 റുപ്യേൻ്റെ വെയിറ്റ് ഇടോ ചെറുപ്പം പോണോ. ആ കാണാൻ താജിവാസി ഗ്ലേഷ്യേഴ്സ് ഇടോ. അപ്പൊ നമ്മള് അതിന്റെ മുകൾക്ക് തക്കയാ നടന്ന് കയറാണ്. പക്ഷേ നോമ്പുണ്ട്, അപ്പോൾ തണുപ്പാണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ക്ഷീണം. അപ്പോൾ യാത്ര വരുന്ന ആൾക്കാർ അറിയുണ്ടാവും മഞ്ഞിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാകാരം അല്ലേ. പക്ഷെ മക്കളാ വ്യൂ നോക്കി तू इतना खूबसूरत है. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ അവിടെ വരി നിൽക്കണ്ടോ. അപ്പോൾ നൈസായിട്ട് പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് എടുക്കട്ടെ. മുകളിൽ നോക്കി കിട്ടിലും വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നോക്കി നമ്മളൊരു നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു എത്ര ബ്രാൻഡഡ് ഷൂകളാണ് നനയും ഇവിടെ. ഇത്രയും ഷൂകളാകുമ്പോൾ നനയില്ല, പ്രത്യേകിച്ച് ഗംബൂട്ടുകളൊക്കെ. അപ്പോൾ നമ്മൾ ആൾക്കാരിങ്ങനെ വലിച്ചിട്ട് ഫോട്ടോസ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഓരൊക്കെ മുകളിൽ പോയി ഓക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ താഴെ നമ്മളെ വണ്ടിക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ തണുപ്പുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴേ ഇൻ കേസ് എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വീഴാൻ സാധ്യതയുണ്ട്, ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ താഴേക്ക് വരുമ്പോഴൊക്കെ വീഴും. ആരാം സെ സിക്സാക് ജയിച്ചതാണ് സിക്സാക്. व्हाट्सएप पे स्टैंड कर नहीं आजा आजा तू आज 1 मिनट इतना. ഇതാണ് സ്ലെഡ്ജിങ് വെഹിക്കിൾ ഉണ്ടോ, സ്ലെഡ്ജിങ് വെഹിക്കിൾസ്. ആ പലകരമങ്ങി ഇരുന്നാണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. അതിന് നല്ല റേറ്റും പറയും, മാക്സിമം 100 കൊടുക്കാം. ഓക്കെ,
പാലകം മുതിർന്ന് പോകാൻ. ഇതേപോലെ സ്ഥലത്തേക്ക് വഴിക്കുമ്പോൾ നോക്കുക. അപ്പോൾ ഒരാളങ്ങനെ പിടിക്കുക. അപ്പോൾ ഞാൻ വീഴും പോനും വീഴും. यस भाई भगाना मत डराना मत, आराम से जाना आराम से. भैया आपका शू चेंज करना पड़ेगा, वो दिक्कत होगा. आप ही बोल रहे हो. ഇവിടെ വരുമ്പോൾ ഷൂ എന്ത് ചെയ്യും, നനയും. അങ്ങനത്തെ ഷൂട്ട് കഴിഞ്ഞാൽ കേട്ടോ. നമ്മുടെ ബാഗിൻ്റെ ഷൂ കണ്ടോ ഡ്രൈവറെ, യാച്ചനയ്യേ. അപ്പോൾ ഏറ്റവും ബെറ്റർ 100-200 ലാഭിച്ചണ്ട. നമുക്ക് നനഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്നതിലേറെ ബെറ്ററാണ് നനയാതെ പോകുന്നത് അല്ലേ. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ നല്ല കിതപ്പുണ്ടാവണം ഇങ്ങനെയൊക്കെ വെക്കാൻ. ഗാഡി മേ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയുകയാണെങ്കിൽ വിചാരിക്കരുത്, ബോഡി ഷേമിംഗ് അല്ല, ഒരു പല്ലിക്കൂല. ബഹുഭൂരിഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. അതും കൂടി ഉണ്ടെങ്കിൽ എന്തോ ഒരു ചൊറുക്കില്ല ആൾക്കാരെ, അവിടുത്തെ ആൾക്കാർ. ഗ്ലൗസ് ജരൂർ, സബ് കുച്ച് ജരൂർ. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിക്കണ്. दोनों पल्ले का इसका नाम क्या बोलते हैं? सोनमर्ग. ये मसवाक. അപ്പോ അയ്യേ, അപ്പോ ഇവിടെയുള്ള ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. അതായത് ഷൂ ഒക്കെ വെക്കണമെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ബിസിനസ്സാണിത്. ഒരു 100-200-300 റുപ്യൊക്കെ അതിൻ്റെ റേറ്റ്. ആ റേറ്റിന് ഫസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, സെയിൽ ചെയ്യും ആൾക്കാർ. യൂണിയൻകാരായതുകൊണ്ട് ഒക്കെ ബിസിനസ് ഒക്കെ ജീവിക്കാനുള്ള ആൾക്കാരല്ലേ. നാട്ടിൽ നിന്ന് കുറച്ച് ഷൂ ഇറക്കിയാണ്ട് ഇവിടെ വരുന്നതിനാണല്ലോ മിനിമം ഒരു 10,000-15,000-20,000 റുപ്യ ഒരു ദിവസം ഉണ്ടാക്കാം. ടൂറിസ്റ്റുകൾ തണുപ്പുകി ഇതിനൊക്കെ ഇങ്ങനെ ഓട്ടകളുണ്ട്, ചെറിയ ചെറിയ ഓട്ടകൾ. ഇതൊക്കെ എന്താ അറിയുമോ, ആൾക്കാർ മൂത്രയിച്ച് ഉണ്ടാക്കുന്നത്. മൂത്രയ്ക്കുമ്പോൾ അങ്ങനെ പോലെ അതുപോലെ ചായ കഴിക്കുന്ന സ്ഥലം. अच्छा बढ़िया है क्या? दिखाओ ഇതെന്താ അറിയോ, സൺസ്ക്രീനാണ്. വീഡിയോ കണ്ടോ സൺസ്ക്രീനാണ്. ഇവിടുത്തെ ആളുകൾ പോകുന്നുണ്ട് ഭയങ്കര ചുമന്ന ചില ആൾക്കാരൊക്കെ. അപ്പോൾ വരുന്ന സമയത്ത് അപ്പോൾ പറയാം വണ്ടി കയറുന്നത് വേണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കയറി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ ക്ലിയർ കൂടിക്കണോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പറഞ്ഞ പോയിന്റ്, കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് നല്ല ജാക്കറ്റ്, മഫ്ലർ സാധനങ്ങൾ വേണം. ഇപ്പോൾ ഉണ്ടോ ചെവി തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ചെവി വേദന എല്ലാ ആൾക്കാർ കാണി നല്ല വേദനിക്കും. പിന്നെ ശ്വാസം മുട്ടൽ, ആസ്മ അങ്ങനെ പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് എടുത്ത് വരാം. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ. ഇപ്പം ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 2021 എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. 2 ദിവസം മരിച്ച പോലെ കടന്നിട്ടുണ്ട് ലുക്കിലാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. എങ്ങനത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് നമ്മൾ അവസാനം നമ്മൾ കാണൂലേ, ഇത് അടുത്തൊരു മൊമെന്റ് നമുക്ക് എന്താ അറിയില്ല, നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നൊരു തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, അതായത് ഇന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 5 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തു. ഞാൻ വീഡിയോ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചർ ഏരിയയാണ്. കാരണം ഞാൻ എൻ്റെ ജീൻസിൻ്റെ പാൻറ്റും പിന്നെ ഒരു 8-10 കിലോ ഉള്ളൊരു ബാഗ് ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഒരു പ്ലാനും ഇല്ലാതെ. ശരിക്കും അങ്ങനെയല്ല പോകേണ്ടത്, പക്ക പ്രിക്കോഷൻസ് പോകണം. എന്നതുപോലെ തന്നെ കാശ്മീരിലേക്ക് വരുമ്പോഴും വണ്ടി ചെന്ന് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നല്ല കോസ്റ്റ്യൂം സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വരണം. പിന്നെ അതുപോലെ തന്നെ ലിപ് ബാം സാധനങ്ങളൊക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഔട്ട്ഡൊക്കെ നമ്മൾ കുറേ വീഡിയോസ് കാണും. എങ്ങനെ അറിയോ, അതായത് അത്ര പൈസക്ക് പോവാന്നൊക്കെ. അത് പോവാം. ഫാമിലി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ പക്കാ സേഫ്റ്റി സെക്യൂർ ആയിട്ട് വരണം. നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റിസ്ക്കും കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പം എത്ര പാക്കേജ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഒരു അവലാഞ്ചോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അതേപോലെ തന്നെ വെള്ളപ്പൊക്കമല്ല മഞ്ഞ് വീഴ്ച ഓവറായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പാക്കേജുകാർക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ മുന്നിൽ നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ഇതാണ്. അത് നിങ്ങളൊരു പാക്കേജോ അല്ലെങ്കിൽ നിങ്ങളൊരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ആരാണ് എങ്ങനെ ആവുക? ഇവിടെ എല്ലാ സമയത്തന്നെ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടലുണ്ട്. നമുക്കൊരു വർഷം അങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ നല്ല വിശ്വസ്തരായിട്ടുള്ള പാക്കേജുകൾ എടുത്തിട്ട് വരികയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ്, ഡ്രസ്സിങ്സ്, അതേപോലത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും കരുതി വരാം.
ഈ ഒരു സമയത്ത് ഇപ്പൊ ഈ മാർച്ച് മുതൽ നവംബർ ഫസ്റ്റ് വീക്ക് വരെ ഒക്കെ സ്നോഫോൾ ഇനി വരുന്നത് വരെ ഇപ്പൊ നിലവിൽ സ്നോഫോളിനൊന്നും ചാൻസ് ഇല്ല. വരുന്നത് വരെ നമ്മൾ പഠിച്ചോനല്ല, പക്ഷെ നമുക്കത് പറയാൻ പറ്റും. ഇപ്പൊ നിലവിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, കാരണം വെയിലർച്ച സിറ്റുവേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈം വരെ കുഴപ്പങ്ങളില്ല. പക്ഷെ പീക്ക് വിന്ററിൽ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കാശ്മീർ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബെറ്റർ ഈ ഒരു മാർച്ച് മുതൽ, അതായത് ഒരു മാർച്ച് ആ സമയത്ത് വരികയാണ്, മാർച്ചിലൊക്കെ. ഇനി അതിന് ശേഷം അതായത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മെയ് ജൂൺ ജൂലൈ വരെയൊക്കെ മഞ്ഞുണ്ടാവും. ഞാൻ കാണിച്ചിരുന്നത് താജിവാസി ഗ്ലേസിയർ ഏറ്റവും മേലെ അവിടെയൊക്കെ മഞ്ഞുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഇനിയിപ്പോൾ ആ ഒരു സൈഡ് ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അത് അവിടെ മഞ്ഞുമലകളുണ്ട്. അപ്പോൾ അവിടെ ആ സൈഡിൽ നമ്മൾ പോയിനി താജിവാസി ഗ്ലേസിയർ ഇവിടെ ബാക്കിലും നമ്മളിപ്പോൾ പോയ സ്ഥലവും, മറ്റേത് ആ സൈഡിലേക്ക് 0 പോയിന്റ് അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ സുമോ അങ്ങനത്തെ വണ്ടി എടുത്തിട്ട് പോകണം. ഏകദേശം ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ നമുക്ക് പോയി വരണം. 6-7 പോയിന്റൊക്കെ അവർ പറയും, അതിൽ പോയിന്റുകൾ കണക്കായിരിക്കും. പക്ഷെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു രസമാണ്. റോഡ് കാര്യങ്ങൾ ലഡാക്ക് പോലത്തെ റോഡുകളാണ്. ആ പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ബുംബ്രി ഉണ്ട്, ബുംബ്രി അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നല്ല രസമായിട്ട്. അതൊക്കെ ആദ്യം നിങ്ങൾ പറഞ്ഞുറപ്പിക്കുക. കാരണം 2000 രൂപ 2500 രൂപ വണ്ടിക്ക് കൊടുക്കേണ്ടി വരും. വണ്ടിയിൽ ഒരു 8-7 ആൾക്കാർക്ക് പോകും, 9 ആൾക്കാരും 10 ആൾക്കാർ കുത്തിക്കൊള്ളിച്ച് കൊണ്ടുപോകും. അതിന് നിൽക്കരുത്, കുറച്ച് ആൾക്കാർ മാത്രം പോവുക, അപ്പോൾ സേഫാണ്. പിന്നെ ഡ്രൈവർമാർ പറഞ്ഞാൽ ഒരു ലക്കില്ല കാണില്ല സ്പീഡിൽ. അങ്ങനത്തെ ഡ്രൈവർമാർ ഉണ്ടെങ്കിൽ ഇവരോട് പറയാൻ നല്ല പോയാൽ മതി, ഫാമിലിയൊക്കെ ആയിട്ടാണ്. കാരണം നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്, ഇവിടെ മരിച്ചാൽ വന്നല്ലോ അങ്ങനത്തെ സാധനം നിൽക്കുക. പിന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വർത്താനം മണി സോനമർഗിൻ്റെ സ്ഥലമാണ്, ഇവിടേക്കൊന്നും ചിലപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റില്ല, കാരണം അത്ര സ്നോഫോൾ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ഇനി നമ്മൾ ആൾക്കാർ വന്നിട്ട് അതായത് പിന്നെ ഇനി ഇവിടെ കാണിച്ചു തരാനുള്ളത് മാഗി എന്നുള്ളതും സാധനങ്ങളും. നമ്മൾ നോമ്പാണ്, അവിടെ നമുക്ക് അല്ല ഇപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരിക്കുകയാണ്, ആൾക്കാർ വരും. ഇപ്പം ഞാൻ പുറത്ത് ഒരു 1 മണിക്കൂർ അടുത്ത് പുറത്തിറങ്ങിയാലും നടന്നുകൊണ്ട് കാൽ ചെറിയ തരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും കാശ്മീരിൽ വരുമ്പോൾ ഉണ്ടാവും, ചില ആൾക്കാർക്ക് വീങ് ഒക്കെ ചെയ്യും, അത് ഓരോ അലർജിയാണ്. എനിക്കത് പ്രശ്നങ്ങളില്ല, ചില ആൾക്കാർ അങ്ങനെ വരലുണ്ട്, കാല് വീങ്ങ, അതേപോലെ തള്ളവരലും തന്തവരലൊക്കെ നല്ല വീങ്ങിയിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ഈ കുഴിനാകളുടെ ആളുകളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാല് നനഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നല്ല ഷൂ എടുത്ത് പോരുക. ഈ ഷൂ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ തൽക്കാലം ഷൂ എടുത്ത് വരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം നല്ല വൂളൻ സോക്സുകൾ, നല്ല 2-3 സെറ്റ് സോക്സ്, അതേപോലെ തന്നെ ഈ വെള്ളം നനയാതൊക്കെ ഉള്ള സോക്സ് ഉണ്ട്, എന്തിനു പറയാ, വാട്ടർ പ്രൂഫ് സോക്സ്, അത് വാങ്ങുക, അത് കയ്യിൽ വെക്കുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളില്ല, വെള്ളം നനയില്ല. പിന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഷൂ, പിന്നെ അതേപോലെ തന്നെ ഗംബൂട്ട് ഞാൻ ആദ്യം കാണിച്ചില്ല, അങ്ങനത്തെ ബൂട്ട് ഇടുക. അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കാലിൽ നനയാതെ നമുക്ക് ഉഷാറായിട്ട് നമ്മളിവിടെ എത്ര ദിവസം നിൽക്കണോ അത്ര ദിവസം നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഓരൊക്കെ വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ പോലെ കാണാമല്ലോ, ഞാൻ ജസ്റ്റ് പോയോട്ടെ. ഏകദേശം 5 മണിയായി. അപ്പം മുകളിൽ പോയി കഴിഞ്ഞാൽ വിരൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടു, പിന്നെ മഫ്ലർ ഇല്ല, അതേപോലെ തന്നെ തൊപ്പി ഇട്ടു. ഞാൻ പോയോട്ടെ. അപ്പോൾ നമ്മളൊരു വണ്ടി മാത്രം അർബാനി ഉണ്ട്, ബാക്കി അർബാനികളൊക്കെ ഇവിടെ പോയി. വന്നപ്പോഴുള്ള തിരക്കുണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാലേ ടയർഡായിട്ട് വണ്ടിയിലിരിക്കുകയാണ്. പിന്നെ ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടില്ല, അപ്പോൾ അത് മുകളിൽ കയറിയിട്ട് എടുക്കണം. അതോ പോയോട്ടെ. ढूंढने वाला बोला था ढूंढ, इसलिए आ गए. സമയം കണ്ടങ്ങള് 5:04 കേട്ടോ. zigzag में जाओ, zigzag, वरना वो फॉलो हो जाएगा. zigzag ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ ആലോചിച്ചോക്കി, നല്ല കോമഡിയാവും. നമ്മളെ ടീമാളൊന്നും വന്നിട്ടില്ല കേട്ടോ. സംഭവം പോലെ മേലെ ക്ഷീണമൊന്നുമില്ല കേട്ടോ, നമുക്ക് നോമ്പായതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല, കാരണം തണുപ്പല്ലേ. പക്ഷേ ഒരു ഇതുണ്ട് എന്തൊക്കെയോ. നമ്മൾ ഓരോ ഫാമിലിയിൽ എത്തി തുടങ്ങി. क्या हो गया? ठीक, फोटो खींचा. सीधी सीधा गाड़ी में जाओ. അപ്പോൾ ഒരു വന്നു സുഹൃത്തുക്കളെ. क्या हो गया? ठीक, ഇതുണ്ടോ കുട്ടികളെങ്ങനെ, कैसे फ्रोजन
और बहुत अच्छा अच्छा बहुत अच्छा बहुत बढ़िया भैया बहुत बढ़िया ए ये ग्लव्स ए उसको दे दो കുട്ടികളെ കാലുണ്ടാവും दिखाओ क्या पैर दिखाओ पैर दिखाओ ठीक है ना हाँ अभी ठीक है ठीक गरम करके सीधा गाड़ी में भाग जाना ठीक है तो रखा भी तो കുട്ടികളെ കൊണ്ടുവന്നാണ്ട് അങ്ങനെ വരുമ്പോഴേ നല്ലോണം കെയർ ചെയ്യണം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടും കൈസേതാ सुपर फोटो खींच सकता फोटो ग्रुप फोटो बहुत फोटो ले लिया नहीं मैं फोटो आइए कैसे था बात करने नहीं कह सकता वहाँ पे गया था सफोकेशन हो गया सफोकेशन हो गया था अच्छा हाई एल्टीट्यूड इश्यू बोलते हैं इसको ठीक है मुझे हेडेक एग्रोफोबिया है ऊंचाई से अच्छा आप वहाँ बैठ करके थोड़ा पानी वगैरह पियो ठीक है गर्म ही हो अब वो ठीक है आराम से അവ നീ ഒരൊക്കെ വന്നു നേരെ നീ വണ്ടിയിലേക്ക് പോകണം ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സോനമർഗിലെ അവസ്ഥ ഇന്ന് മാർച്ച് 23 സമയം 5 സംതിങ് ആയി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ് ബെല്ലൈക്കൺ കുത്തി പൊട്ടിക്കും ഓക്കെ